അപ്പോൾ ഇന്ന് നമ്മളെ വിജയണ്ണൻ്റെ ഗോട്ട് റിലീസാണ്. അപ്പോൾ നമ്മൾ നേരെ തിയേറ്ററിലേക്ക് പോവുകയാണ്. ഫാൻ ഷോ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഗായ്സ് നമ്മളങ്ങനെ തിയേറ്ററിലെത്തി. വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ല, എന്നാലും വിജയണ്ണൻ്റെ മൂവിയല്ലേ നമ്മൾ കണ്ടിരിക്കും. ഗോട്ട് എങ്ങനെയുണ്ട് നമുക്ക് ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് നോക്കാം. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് വീഡിയോ ഒന്നും ഇടുകയൊന്നും അറിയില്ല, പക്ഷേ നമ്മൾ ഇട്ടിരിക്കും. ഗൈസ് കുറച്ച് നേരമായിട്ട് സ്റ്റക്കായി പോയി. സൗണ്ടിന് എന്തോ പ്രശ്നമുണ്ട്. പിന്നെ സ്റ്റക്ക് കഴിക്കാനും എന്ത് തേങ്ങിയാൽ ഇപ്പോൾ 5 മിനിറ്റായി ഞങ്ങൾ ലാഗ് അടിച്ച് വെക്കുന്നു. എന്തായാലും പറയാനുള്ളത്, ഇത് ചില യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായ ചില ടെക്നിക്കൽ ഇഷ്യൂസ് ഇത് ആദ്യമായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. എന്താ അറിയില്ല, എൻ്റെ അമ്മോ ഒരു ത്രില്ല് വന്നേൻ അങ്ങ് പോയി കിട്ടി. അപ്പോൾ ഗൈസ് അപ്പോൾ ഞങ്ങൾ സിനിമ കണ്ടിറങ്ങി. ഞാനിപ്പോൾ കോളേജിലാണുള്ളത്. അപ്പോൾ സിനിമ എങ്ങനെയുണ്ട് ചോദിച്ചാൽ, സിനിമ എന്ന് വെച്ചാൽ കൊള്ളാം. എന്താ പറയുക, വലിയ ലാഗിങ് ഒന്നുമില്ല, പക്ഷേ ചില ഭാഗങ്ങൾ ചെറുതായിട്ട് ലാഗായിട്ട് തോന്നി. പക്ഷേ ലിയോ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ചില ഭാഗങ്ങളൊക്കെ ലിയോയ്ക്ക് ഒരു തട്ട് മുകളിലായിട്ട് തോന്നി. പിന്നെ പ്രീ ക്ലൈമാക്സിൽ കുറച്ചുകൂടി എന്താ പറയുക, CG വർക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ തോന്നി. പിന്നെ പറയാനുള്ള പോസിറ്റീവായിട്ട് പറയാനുള്ളത്, ആ ഫസ്റ്റ് ഹാഫിലെ ആ ഇൻ്റർവെൽ, ആ ബ്ലോക്ക് ഇതിൻ്റെ പൊന്നെ ഒരു ട്വിസ്റ്റ് പൊട്ടിച്ചിട്ടാണ് പോയത്. അതൊരു രക്ഷയില്ലാത്തൊരു സീനായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും ക്ലൈമാക്സിൽ ഒരു വലിയൊരു ട്വിസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമായിട്ട്. പിന്നെ ഉള്ളത് വില്ലനാണ് മെയിൻ. വില്ലൻ എന്ന് പറഞ്ഞാൽ ഇജാതി വില്ലൻ, സൈക്കോ വില്ലൻ. എന്താ പറയുക, നമുക്കെന്താ പറയുക, അവരെ അടിച്ച് കൊല്ലാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു വില്ലനാണത്. പിന്നെ അണ്ണൻ്റെ ഒരു ഗാന്ധി എന്ന് പറഞ്ഞ എന്താ പറയുക, മിഡിൽ ഏജ് മാനായിട്ടുള്ളൊരു ആ ഒരു ക്യാരക്ടർ എന്താ പറയുക, നമ്മളെ ലിയോ ഉള്ള പാർത്ഥിപനില്ലേ, അതിനുശേഷം ഏറ്റവും നല്ലൊരു ആക്ടിങ് ആയിട്ട് എനിക്ക് തോന്നി. പേഴ്സണലി പറയുകയാണ്, എനിക്ക് നന്നായിട്ട് തോന്നി. അതുപോലെ തന്നെ ആ DAG വർക്ക് ചെയ്തിട്ടുള്ള ആ മകൻ്റെ ക്യാരക്ടർ കുറച്ചുകൂടി നന്നായി തോന്നി. പക്ഷേ ചില ടൈമിൽ ആ DAG വർക്ക് ചെയ്തത് കുറച്ച് പാളിപ്പോയെന്ന് തോന്നി. പക്ഷേ കുഴപ്പമില്ല, നല്ല കിടിലൻ ആക്ടിങ് ആയിരുന്നു. പിന്നെ പറയാനുള്ളത്, ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറില്ലേ അന്നൻ്റെ, അതായത് ട്രെയിലർ കാണിച്ച് അത് കുറച്ചൊന്ന് പാളിപ്പോയോന്ന് ഡൗട്ടുണ്ട്. പിന്നെ പടം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ പോയതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട് മൂവി. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ പൈസയ്ക്ക് ആ 150 രൂപയ്ക്ക് വെർത്താകുന്നു ഞാൻ ഗ്യാരണ്ടി തരാം. നല്ല സിനിമയാണ്, എന്തായാലും പോയി കാണണം. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കുറേ ഐറ്റമുണ്ട്. പിന്നെ ചില ഭാഗം CG കുറച്ച് പാളിപ്പോയി എന്നല്ലാതെ ഇമ്പ്രൂവ് ചെയ്ത് റെഡി ആവുമെന്ന് തോന്നി. പിന്നെ കഥ എന്ന് പറഞ്ഞാൽ കഥ കുറച്ചുകൂടി ചില ഭാഗങ്ങളൊന്ന് വേണ്ടാന്ന് തോന്നി, എന്നാലും കൊള്ളാം. ഡ്യൂറേഷന് പറ്റിയിട്ട് പറയുകയാണെങ്കിൽ അത്ര ലാഗൊന്നും തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ നല്ലൊരു ത്രില്ലിങ് അടിച്ച് വരുന്ന സമയത്ത് നമ്മുടെ തിയേറ്റർ നമ്മൾ ചതിച്ച്, എന്താ പറയുക, സൗണ്ടിങ് കട്ടായിപ്പോയി. ലാസ്റ്റ് എല്ലാവരും പോയ തെറിവിളിയായിരുന്നു. അങ്ങനെ ഒരു 5 മിനിറ്റ് പോയി കിട്ടി, അവിടെ സ്റ്റക്കായിപ്പോയി. എന്നാലും കുഴപ്പമില്ല. പിന്നെ ഹേറ്റേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങളവിടെ കിടന്ന് ഇങ്ങനെ കുരു പൊട്ടിച്ച് നിന്നോ, മൂവി പോയി കാണും, എന്നിട്ട് മൂവി എങ്ങനെ ഉണ്ടെന്ന് പറ. പിന്നെ ഇപ്പം വരിക കുറേ DAGൻ്റെ പ്രശ്നം കൊണ്ടാക്കി കുറേ എണ്ണം നെഗറ്റീവ് അടിച്ച് വരിക. പക്ഷേ ഒന്ന് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. പക്ഷെ മൂവി ഒരു രക്ഷയില്ല, എന്തായാലും പോയി കാണണം, മസ്റ്റ് വാച്ചാണ്. ലിയോൻ്റെ ഒരു പടി മേലെ നിൽക്കാം. ഫസ്റ്റ് ഹാഫ് അങ്ങനെ ആ ഒരു ഫ്ലോയിൽ പോയിട്ടുണ്ട്. ചില ഭാഗങ്ങൾ കോമഡിയുള്ള ചില സീനുകൾ കുറച്ച് ലാഗായിട്ട് തോന്നി. പിന്നെ സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയല്ലായിരുന്നു. എന്താ പറയുക, തിയേറ്റർ പൊടി പൂരാൻ. അതുപോലെ തന്നെ കുറേ കെമിയോ ചെയ്തിട്ടുള്ള കുറേ ആളുകൾ നന്നായി ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഒന്നിനൊന്ന് മെച്ചെന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ അണ്ണൻ്റെ ആക്ടിങ് ഒരു രക്ഷയില്ല. ലിയോയ്ക്ക് ശേഷം നല്ലൊരു വിജയ്, എന്താ പറയുക, ഒരു പുതിയൊരു വിജയം കിട്ടി. സ്ഥിരം ചെയ്ത ക്ലീശയല്ലാണ്ട് അതിന് പുറമെ എന്താ പറയുക, പുതിയൊരു വിജയ്. റെഫറൻസ് കുറേകളുണ്ട്, പക്ഷേ എന്നാലും ഒരു പുതിയൊരു വിജയം കിട്ടി. എന്തായാലും പോയി കാണും. ആ യങ് ക്യാരക്ടറായിട്ടുള്ള പയ്യൻ, എൻ്റെ അമ്മോ, ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു വിജയമായിട്ട് തോന്നുന്നു. സത്യം പറയാം, ഇതുവരെ ഒരു പടത്തിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ വില്ലനാണല്ലോ നമ്മുടെ മെയിൻ സാധനം. സൈക്കോ എന്ന് പറഞ്ഞ ഇജാതി സൈക്കോ.
എന്താ പറയുക, വില്ലൻ ആരാ എന്താണെന്നൊന്നും ഞാൻ പറയില്ല, അതുപോലത്തെ ഒരു ട്വിസ്റ്റാണ്. അപ്പോൾ എല്ലാവരും മൂവി പോയി കാണുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലേക്ക് രേഖപ്പെടുത്തുക. മൂവി കണ്ടു എന്തായാലും കമൻറ്റ് ചെയ്യുക. എനിക്ക് തോന്നിയതാണോ നിങ്ങൾക്ക് തോന്നിയെന്ന് എനിക്ക് മനസ്സിലാക്കണമല്ലോ, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ പറ്റും, സോങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സോങ് പോലെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് തോന്നുന്നത് BGM ഒന്ന് മാറ്റിക്കാൻ. BGM പണ്ടത്തേക്കാളും കുറവായി പോയി, പ്രത്യേകിച്ച് ആ വിസിൽ പോഡ് എന്നുള്ള അതിൻ്റെ ലിറിക്സ് ഒന്ന് മാറ്റിയതിൻ്റെ സുഖമായിരുന്നു. പക്ഷെ BGM മാറ്റിക്കാൻ, BGM അലമ്പായിക്കാൻ. പിന്നെ വേറെയുള്ള സോങ്ങും അതുപോലെ തന്നെ ചിന്ന ചിന്ന കണ്ണുകൾ കുറച്ചുകൂടി കൊള്ളാം, പക്ഷെ ബാക്കിയുള്ള സോങ് കൊള്ളായിപ്പോയി. BGM ഒരു രക്ഷയില്ല കേട്ടോ. BGM കൊണ്ട് എന്താ പറയുക, സോങ് എവിടെ ഇല്ലാണ്ടെങ്കിൽ ആയിപ്പോയി. BGM കൊള്ളാം.